നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ എറണാകുളം കുമ്പളം ടോൾ പ്ലാസയിൽ നിന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 7:30 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഈ സ്വകാര്യ ബസ്സുകാരൻ്റെ അഹങ്കാരം എന്ന് വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ. ഇയാൾ ചേർത്തല ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഈ കടുത്ത നിയമലംഘനം നടത്തിയത്. നമുക്കറിയാം, ഈ ടോൾ പ്ലാസ 4 വരിയാണ്. ഈ 4 വരിയിൽ ഒരു ഭാഗത്തേക്ക് പോകാൻ 4 വരി, മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ 4 വരി, അങ്ങനെ 8 വരി പാതയാണ് ഈ അരൂർ ടോൾ പ്ലാസയിൽ ഉള്ളത്. ഇവിടെ 7:30 മണിക്ക് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ആ സമയത്താണ് ചേർത്തല ഭാഗത്തു നിന്നും വന്ന ഈ സ്വകാര്യ ബസ് എറണാകുളം ഭാഗത്തു നിന്നും ചേർത്തലയ്ക്ക് പോകുന്ന ആ ഒരു പ്ലാസയുടെ ആ ഒരു എൻട്രൻസിലേക്ക് തെറ്റായ ദിശയിൽ ഓടിച്ചു വരികയായിരുന്നു. ഞാൻ നിൽക്കുന്ന ഈ 6ാമത്തെ ട്രാക്ക്, അതായത് നമ്മൾ അപ്പുറത്തെ വശത്ത് നിന്ന് നോക്കുമ്പോൾ 4 കഴിഞ്ഞ് 5, 6ാമത്തെ ട്രാക്കിലൂടെയാണ് വാഹനം ഓടിച്ച് കയറ്റാൻ നോക്കിയത്. ആ സമയം ഇവിടെ ഈ സുരക്ഷാ ജീവനക്കാരൻ തടഞ്ഞിരുന്നു. വന്ന് ഓപ്പോസിറ്റ് ഇതിൽ വന്നു തുറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ സമ്മതിച്ചില്ല. വീണ്ടും അയാൾ ഈ സുരക്ഷാ ജീവനക്കാരൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ടെടുക്കുകയും ഈ ടോൾ പ്ലാസയിലെ ഈ ബാരിയർ ഒടിഞ്ഞു പോവുകയുമായിരുന്നു. ഈ ബാരിയറിനകത്ത് ഒരുപാട് സെൻസറുകളൊക്കെ ഉള്ളതാണ്. ഇത് സാധാരണ ഇങ്ങോട്ടേക്ക് തുറക്കാൻ കഴിയുന്നതാണ്. ഈ വാഹനം വന്ന് ഇതുവഴി വന്ന് അങ്ങോട്ടേക്ക് തള്ളി അത് ഒടിഞ്ഞു പോവുകയായി. അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ സെൻസറുകൾക്കൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഈ ഒരു ട്രാക്കിൽ കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചിരുന്നു. പിന്നീട് ഇവരുടെ ടെക്നിക്കൽ ടീമുകൾ വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഈ ബസ് ഉടമ ഇവിടേക്ക് എത്തിയത്. ബസ് ഉടമ എത്തിയതിന് ശേഷം പറഞ്ഞത് തനിക്ക് ആകെ ഒരു ബസ്സേ ഉള്ളൂ. ആളൊരു 35 വയസ്സുള്ള യുവാവാണ്. ഈ ബസ്സിലെ ഡ്രൈവർ ആണ് ഇത്തരത്തിൽ പെരുമാറിയത്. അതുകൊണ്ട് താൻ എന്ത് തെറ്റ് ചെയ്തു, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ടോൾ പ്ലാസ അധികൃതരുടെ കാല് പിടിക്കുന്നുണ്ടായിരുന്നു, കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം പോലീസിൽ പരാതി നൽകാനുള്ള തീരുമാനം മാറ്റിവെച്ചു. പോലീസിൽ പരാതി നൽകിയാൽ ഈ ബസ്സിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കും, അതുകൂടാതെ ഇതിൻ്റെ പെർമിറ്റ് അടക്കം റദ്ദാക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഉപജീവന മാർഗം തടയണ്ട എന്ന് കരുതിയിട്ട് തൽക്കാലം പോലീസിൽ പരാതി നൽകിയില്ല. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി ഈ സംഭവത്തിൽ നടപടി എടുക്കും. കാരണം ഈ തകർന്നു പോയ ഈ സ്റ്റോപ്പ് ബാരിയറും അതുപോലെ അതിലുള്ള സെൻസറുകളും ക്യാമറകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് എത്രയാണ് എന്ന് പരിശോധിച്ച് കണക്ക് കൂട്ടിയതിന് ശേഷം അതിന് ചിലവാകുന്ന തുക ഈ ബസ് ഉടമയിൽ നിന്നും വാങ്ങും. അതേസമയം ഈ ബസ്സിലെ ഡ്രൈവർ ആ സമയത്ത് ഈ ബസ് ഓടിച്ചുകൊണ്ട് ഇതുവഴി ഈ നിയമലംഘനം നടത്തിയ ബസ് ഡ്രൈവറെ ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഈ ടോൾ പ്ലാസയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അയാൾ പറഞ്ഞത് ഒരു അബദ്ധം പറ്റിയതാണ് എന്നാണ്. പക്ഷേ ആ സമയം ഈ ടോൾ പ്ലാസ അധികൃതർ ചോദിച്ചു, നിങ്ങൾ എന്ത് അബദ്ധം കാണിച്ചു എന്നാണ് പറയുന്നത്. അബദ്ധം പറ്റിയതാണ് എന്നാണ് പറയുന്നത്. കാരണം ഒന്നാമത് ആ 4 ട്രാക്കിൽ തിരക്കില്ലായിരുന്നു. ആ തിരക്കില്ലാത്ത സമയം ഇത്രയും ആളുകളെയൊക്കെ വെച്ചുകൊണ്ട്, കാരണം ആ ബസ് കാണുമ്പോൾ അറിയാം, ആ ബസ്സിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ ആളുകളെ വെച്ചിട്ടാണ് ഇതുവഴി തെറ്റായ ദിശയിലൂടെ എറണാകുളം ഭാഗത്തേക്ക് പോകുവാൻ ശ്രമിച്ചത്. പിന്നെ അയാൾ ഒരുപാട് മാപ്പൊക്കെ പറഞ്ഞു. കാരണം എൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ വീട്ടിൽ അരി മേടിക്കാൻ വകയില്ല, 9 മക്കളൊക്കെ ഉണ്ട് അവളുടെ കുടുംബത്തിൽ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ആ ഒരു അപേക്ഷയും കൂടി പരിഗണിച്ചാണ് ടോൾ പ്ലാസ അധികൃതർ ഇത്തരത്തിൽ കടുത്ത നിയമ നടപടികളിലേക്ക് പോകാത്തത്. പക്ഷേ നഷ്ടം സംഭവിച്ചതിൻ്റെ തുക അവർ ഈടാക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഈ വാഹനം ഇതുവഴി പോയപ്പോൾ അത് തടഞ്ഞിടാതിരുന്നത് അതിൽ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. അതായത് വീട്ടുജോലിക്കും മറ്റുമൊക്കെ പോകുന്ന പാവപ്പെട്ട ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ ആ ഒരു ജോലി തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് അവിടെ തടഞ്ഞിടാതിരുന്നത്. പിന്നീട് അവർ നിയമ നടപടിയുമായി പോകുമെന്നറിയിച്ചപ്പോഴാണ് ഈ ബസ് ഉടമയും ഡ്രൈവറും ഇവിടെ വന്നിട്ട് മാപ്പപേക്ഷ നൽകിയത്. എന്തായാലും കടുത്ത നിയമലംഘനമാണ് ഈ ബസ് ഡ്രൈവർ കാണിച്ചത്. ഇതിൽ ഒരുപാട് യാത്രക്കാരുണ്ട് എന്നുള്ള ഒരു കാര്യവും പരിഗണിക്കാതെയായിരുന്നു ഇയാളുടെ ഈ ഒരു നിയമലംഘനം. ആളുകളുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലൊരു കടുത്ത നിയമലംഘനം നടത്തിയത്. എന്തായാലും പോലീസിൽ പരാതി നൽകുന്നില്ല. പക്ഷേ ഈ നശിപ്പിച്ച സാധനങ്ങളുടെ പണം ഈ ബസ് ഉടമ നൽകണമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.